18-19 എടുത്തേ. പോട്ടെ, ചെവിയായിട്ടൂടെ? 18-19. കണ്ടു പഠിച്ചോളണം, അല്ലാതെ അതിലും ഇതിലും ശ്രദ്ധ പോയാ വളയിലും തുളയിലും കയറാതനായി പോവും. തിരക്കിലാണോ? നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോടാ? ആശാനെ എന്നതാ? പിന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, നമ്മുടെ അയൽക്കത്ത് തന്നെയാ. ഓടിയിട്ടൊക്കെ ഇച്ചിരി ആയതാ. ബുള്ളറ്റാ, ഇച്ചിരി പഴയ വണ്ടിയാ. ബുള്ളറ്റാ? ഇരുന്നിരുന്ന് ഇത്തിരി തുരുമ്പൊക്കെ ആയി. അതൊന്ന് കൊടുക്കണം. ആശാന് വേണം. എനിക്ക് നീ എന്നാത്തിനാടാ ബൈക്ക്? നീ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്ക്. എന്നാ ശരി, നമുക്ക് ഇത്തിരി ചില്ലറ കിട്ടുന്ന കേസാ, അതുകൊണ്ടാ. ആക്രമിക്കാൻ നടക്കണം മനുഷ്യനെ പറ്റിക്കാൻ. അവനൊക്കെ ആശാനെ, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. തെണ്ടിത്തിരിച്ച് നടന്നോ. പിള്ളേരായ ഗുരുത്വം വേണം. ഞാൻ വരുവാ. ഞാൻ വിളിക്കാം. എന്നടാ തോമസേട്ടാ, ആ ബുള്ളറ്റ് എനിക്ക് തരുമോ? അത് നിനക്ക് ശരിയാകത്തില്ല. ആകെ കത്തിക്കരിഞ്ഞ് അലമ്പായിട്ട് എടുക്കാം. കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല. തോമസേട്ടാ, അതാകുമ്പോൾ ചെറിയ വിലക്ക് കിട്ടുമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം. ചെറിയ വില എന്ന് പറഞ്ഞാൽ എത്രേ? ഒരു 10-15,000 രൂപയ്ക്ക്. ഞാനൊരു കാര്യം ചെയ്യാം, സാധാരണ മാഷോടും ചോദിച്ചോ. ബുള്ളറ്റ് അല്ലേ, അതുകൊണ്ടാ. ബുള്ളറ്റ് എത്രയ്ക്ക് ഇഷ്ടം? ഭയങ്കര ഇഷ്ടാ. എന്നാ കാശ് കൊടുത്തോണ്ട് മേടിച്ചൂടെ പുതിയത്? പുതിയത് വാങ്ങിക്കാനുള്ള കാശൊന്നുമില്ല. ഇതെങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ? കാണാലോ, നീ നാളെ വീട്ടിലോട്ട് വാ. 15,000 രൂപ. അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വെക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ബൈക്ക്. മഴ വന്നാൽ കാണാം വെള്ളമകത്തേക്ക് വീഴുന്നത്. ഇനി അതിന്റെ കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ. നീ ചെയ്യും. നിന്നെ കൊണ്ട് 1 രൂപയുടെ സഹായമെങ്കിലും ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? നീയാ ഈ വാരിയൊക്കെ മാറ്റുന്നത്. ഇനി ഒരു വണ്ടിയില്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ. രാജുക്കുട്ട, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ആ വണ്ടി? ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു ബൈക്ക്, അതും ഒരു ബുള്ളറ്റാ പൊന്നമ്മച്ചി. വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടാ ഈ വള? വാങ്ങിച്ചോ? എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. 76 മോഡലാ. വണ്ടി പൊളിയാ താമസിട്ടാ. എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയരുത്. അതൊന്നുമില്ല, ഒന്ന് പണിതെടുക്കണം, അത്രേ ഉള്ളൂ. അത് പണിയല്ലോ. ഓക്കെ. മേടിച്ചോ? ഇത് മതി. ഹലോ, അങ്ങോട്ട് മേടിച്ചു. ഇപ്പൊ തന്നെ കൊണ്ടുകൊള്ളു വണ്ടി കേട്ടോ. ഏതാടാ ഈ വണ്ടി? ഇത് തോമസ് ഏട്ടൻ പറഞ്ഞ ബുള്ളറ്റ്. അച്ഛനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ ഞാനിതങ്ങ് വാങ്ങി. എടാ തോമസ് ഇതിനെ പറ്റിച്ചതാ. ഈ കത്തിക്കരിഞ്ഞ വണ്ടി കൊണ്ട് എന്തുണ്ടാക്കാനാ? ഞാനൊന്നും പറയുന്നില്ല, കൊള്ളാം. അല്ലെങ്കിൽ തന്നെ 108 പണി തിരക്കാം. അതിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛനെ ഞാനിത് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെയും രാത്രിയും പണിയെടുത്ത് ശരിയായിക്കോളാം. ഞാൻ നാളെ കട്ടപ്പനയ്ക്ക് പോവാ. നീ ഇവിടെ ഈ തുരുമ്പും ചൊറിഞ്ഞുകൊണ്ടിരുന്ന് ഇവിടെ വരുന്ന പണി കളയരുത്. പറഞ്ഞേക്കാം.
ആദ്യം ആശാൻ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. രമേശ 2 നാരങ്ങ എടുത്തിട്ട് വാ. ആ ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് മാറിയ കൊള്ളാടാ മോനെ. ആശാനെ വാ. പോവാം.